അപ്പോൾ ഈ ക്യാമറകളൊന്നും തന്നെ ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ല, ഞങ്ങൾ സർവീസിന് വേണ്ടി എടുത്തു വന്നേക്കണതാണ്. അപ്പോൾ അവിടെ ആ ഒരു കോളേജിൽ ഒരു 90-95 ക്യാമറകൾ ഉണ്ടായിരുന്നു. അതിലൊരു 10-25 എണ്ണത്തോളം ഇതുപോലെ പല പല കംപ്ലൈൻറ്റുകളായിട്ട് വന്നു. അതിൽ ഏറ്റവും വലിയ മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും പാസ്വേഡ് ഈ പറയുന്ന കോളേജിലോ അല്ലെങ്കിൽ ആ കോളേജുകാർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകൾ വരുത്തിയ വലിയൊരു തെറ്റാണത്. നമ്മൾ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ചില ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിന് നമ്മൾ എവിടെയാണോ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടി പോകണം അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ക്യാമറകൾ എപ്പോഴും സർവീസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ധരിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്ന പ്രശ്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ക്യാമറകളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻസ്റ്റലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും ഇൻസ്റ്റലേഷന് വേണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് പോസ്റ്റ് ഇൻസ്റ്റലേഷൻ വർക്കൗട്ടാണ്. അതായത് എന്തൊക്കെയാണ് നമ്മളൊരു ഇൻസ്റ്റലേഷന് ശേഷം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് വേണ്ടത് കോൺഫിഗറേഷൻ റിപ്പോർട്ടാണ്. കോൺഫിഗറേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഡയഗ്രാം അടക്കം ഉണ്ടാവും. അതായത് ഏതൊക്കെ ലേഔട്ടിലാണ് ക്യാമറ സിസ്റ്റം സെറ്റപ്പ് ചെയ്തേക്കണമെന്നും ഏതൊക്കെ IP അഡ്രസ്സാണ് അതിന് കൊടുത്തേക്കണമെന്നും ഓരോ ക്യാമറയ്ക്ക് കൊടുത്തേക്കണ പാസ്വേഡ് എന്താണെന്നും അതിനകത്ത് മറ്റെന്തെങ്കിലും സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടോ. ഉദാഹരണത്തിന് ഇതിന് ഫ്രെയിം റേറ്റ് ഈ ഒരു ക്യാമറയുടെ ഞാൻ 10 ആക്കിയിട്ടുണ്ടെങ്കിൽ അത് 10 ഫ്രെയിം റേറ്റ് എന്നും ഇനിയിപ്പോൾ അത് 30 ഫ്രെയിം റേറ്റ് ആക്കിയിരിക്കണമെങ്കിൽ 30 പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ഇത് ക്ലാസ് റൂമിലൊക്കെ ഇരുന്ന ക്യാമറകളാണ് കൂടുതലും, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഈ ഒരു ഡോം ക്യാമറയൊക്കെ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ കൂടെ ഇരുന്നാണ്. അപ്പോൾ ഈ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലുള്ള ക്യാമറ നമ്മൾ വയ്ക്കുമ്പോൾ മാക്സിമം നമുക്ക് ഫ്രെയിം റേറ്റ് കുറച്ചിടാം. കാരണം എന്ന് വെച്ചാൽ ഈ ഫ്രെയിം റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളങ്ങോട്ട് നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫ്രെയിം റേറ്റ് കുറഞ്ഞാണ് പോകുന്നതെങ്കിൽ സ്റ്റില്ലായിട്ടായിരിക്കും ആ ഒരു വീഡിയോയുടെ ഒരു മൂവ്മെൻറ്റ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 ഫ്രെയിമിൽ ഇടുമ്പോൾ ആ രീതിയിൽ വന്നാൽ ഒരു 30 ഫ്രെയിമിൽ ഇടുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് വരും. അപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ ഓടിപ്പോകുന്ന ഒരു വ്യക്തിയെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രെയിം റേറ്റ് കുറച്ചിടണോ കൂട്ടിയിടണോ? കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രെയിം റേറ്റ് കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ ചിലപ്പോൾ വളരെ പെട്ടെന്ന് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. 10 ഫ്രെയിം ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ 10 ഫ്രെയിമിൻ്റെ ആ ഒരു ടൈമിനേക്കാൾ വേഗത്തിൽ അയാൾ ഓടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അയാളെ കാണാൻ പറ്റില്ല. അപ്പോൾ ഔട്ട്ഡോർ ഇരിക്കുന്ന ക്യാമറകൾക്കൊക്കെ നമുക്ക് ഫ്രെയിം റേറ്റ് കൂട്ടിയിട്ടിട്ട് എന്ത് ചെയ്യാം, ഇൻഡോർ ഇരിക്കുന്ന ക്യാമറകൾക്കൊക്കെ നമുക്ക് ഫ്രെയിം റേറ്റ് കുറച്ചിടാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഏതെങ്കിലും ക്യാമറകളിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു കോൺഫിഗറേഷൻ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതി വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു ക്യാമറ ഇപ്പോൾ ഈ ഒരു ക്യാമറ കംപ്ലൈൻ്റ് ആയിപ്പോയി, ഞാൻ ഇതിന് പകരം ആ സ്ഥാനത്ത് മറ്റൊരു ക്യാമറ വെക്കുകയാണെങ്കിൽ ഞാൻ ഈ ക്യാമറയ്ക്ക് എന്താണോ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന സെറ്റിങ്സ് അതേ സെറ്റിങ്സ് തന്നെയാണല്ലോ പുതിയതായിട്ട് വരാൻ പോകുന്ന ക്യാമറയ്ക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന കോൺഫിഗറേഷൻ ഡോക്യുമെൻറ്റിൽ നോക്കിയിട്ട് വേണം പുതിയ ക്യാമറ വെക്കുമ്പോഴത്തേക്കും അതേ സെറ്റിങ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാതെ നമുക്ക് തോന്നിയ രീതിയിലൊരു സെറ്റിങ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു IP അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റയർ സിസ്റ്റം ചിലപ്പോൾ ഫെയിലിയർ ആകും. കാരണം നമ്മൾ കൊടുക്കുന്ന IP അഡ്രസ്സ് ആ ഒരു നെറ്റ്വർക്കിൽ മറ്റ് ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മെയിൻ്റനൻസ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞങ്ങൾ നെക്സ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വലിയ സ്ഥാപനങ്ങളാട്ടോ, അപ്പോൾ ഞാനിപ്പോൾ 2-3 ക്യാമറയുടെ അല്ല പറഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് ക്യാമറാസ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഗറേഷൻ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. നമ്മൾ ആ ഒരു കോൺഫിഗറേഷൻ റിപ്പോർട്ട് ആ ഒരു നെറ്റ്വർക്ക് റാക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെക്കാറുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടെക്നീഷ്യൻ വന്നാലും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ. പിന്നെ രണ്ടാമത്തെ റിപ്പോർട്ട് ഞങ്ങൾ കീപ്പ് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഇൻസ്റ്റലേഷൻ റിപ്പോർട്ടാണ്. ഇൻസ്റ്റലേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാണ് ആ ഒരു സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്തതെന്നും അതുപോലെ എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നതെന്നൊക്കെ, അതായത് പ്രധാനപ്പെട്ട സാധനങ്ങൾ, പ്രത്യേകിച്ച് മോണിറ്റർ ഉണ്ടോ, ഇനിയിപ്പോൾ മൊബൈലിൽ അത് കോൺഫിഗർ ചെയ്തിട്ടുണ്ടോ, ലാപ്ടോപ്പിൽ ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഇൻസ്റ്റലേഷൻ റിപ്പോർട്ടിലുണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ഇൻസ്റ്റലേഷൻ റിപ്പോർട്ട് പ്രിൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിവിടെ ഇൻറ്റേർണലി ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ നിന്നാണ് നിങ്ങളിപ്പോൾ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എക്സൽ ഷീറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെൻ്റൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുപോലത്തെ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ സാധാരണ എന്ന് വെച്ചാൽ നമ്മുടെ ടെക്നീഷ്യൻ സൈറ്റിലേക്ക് ഒരു കംപ്ലയിൻറ്റ് വിളിച്ച് പറഞ്ഞിട്ട് പോകുമ്പോൾ ഞങ്ങൾ ആ റിപ്പോർട്ട് എടുത്ത് നോക്കും, അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകണോ,
അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും ചിലർക്കൊക്കെ മോണിറ്റർ അയ്യോ ഞാൻ കൊണ്ടുവന്നില്ല അവിടെ മോണിറ്റർ ഇല്ലായിരുന്നു എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോണ സമയത്ത് ഞങ്ങൾ ആ ഒരു ഇൻസ്റ്റലേഷൻ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ആ മോണിറ്റർ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അല്ലെങ്കിൽ അവരുടെ ഫോണിൽ നമ്മൾ കോൺഫിഗർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര പേരുടെ ഫോണിലാണ് ആക്കിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരിക്കലും കസ്റ്റമറുടെ പേഴ്സണൽ ആയിട്ടുള്ള പാസ്വേഡോ യൂസർ ഐ ഡി ഒന്നും ഞങ്ങൾ സൂക്ഷിക്കാറില്ല. പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ പ്രോഡക്റ്റിൻ്റെ ബില്ലാണ്. അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ബില്ലുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ GST ബില്ലാണ് പ്രോഡക്റ്റിന് കൊടുക്കാറുള്ളത്. ആ ബില്ലിൽ നമ്മൾ ആ വെച്ചിരിക്കുന്ന ക്യാമറയുടെയും അതിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെയും NVRൻ്റെ അല്ലെങ്കിൽ DVRൻ്റെ എല്ലാത്തിൻ്റെയും സീരിയൽ നമ്പർ അടക്കം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ജെനുവിനിറ്റിയാണ്, കസ്റ്റമറോട് നമ്മൾ കാണിക്കുന്ന ഒരു ജെനുവിനിറ്റിയാണ് ആ ഒരു ബില്ല് കൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബില്ല് ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റും കൂടെ ഞാൻ പറയാം. അപ്പോൾ ആസ് എ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഒരു ആളെന്നുള്ള നിലയിൽ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ പലപ്പോഴും കസ്റ്റമർ പറയാറുണ്ട് അവരുടെ ഫോണിൽ നിന്ന് ആപ്പിൽ നിന്ന് ഈ ഒരു DVR അല്ലെങ്കിൽ NVR ഡിലീറ്റ് ആയി പോയെന്ന്. അപ്പോൾ ഞങ്ങൾ സീരിയൽ നമ്പർ അടക്കമുള്ളൊരു ബില്ലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കസ്റ്റമറോട് ആ ബില്ല് ഞങ്ങൾ അയച്ചു തരാൻ പറയും. അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള ഡേറ്റാബേസ് നോക്കിയിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ ആ ഒരു DVRൻ്റെ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും അത് അവരുടെ ഫോണിലോട്ട് നമുക്ക് അവിടെ പോകാതെ തന്നെ ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബില്ലുള്ള പ്രോഡക്റ്റ് മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും കസ്റ്റമേഴ്സിനോട് പറയാറുള്ളത്. കാരണം നമ്മൾ ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നല്ല പ്രോഡക്റ്റാണ്, ജെനുവിനാണ് എന്നുണ്ടെങ്കിൽ, യൂസ് ചെയ്യാത്ത പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് മസ്റ്റായിട്ട് ബില്ലുണ്ടായിരിക്കും. ഇനിയിപ്പോൾ വാറണ്ടിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ തന്നെ ബില്ലാണ് ഏതൊരു പ്രോഡക്റ്റിൻ്റെയും ആധികാരികമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത്. നാലാമതായിട്ട് ഞങ്ങൾ കൊടുക്കാറുള്ളതെന്ന് വെച്ചാൽ സർവീസ് വാറണ്ടി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ സർവീസ് വാറണ്ടി സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് അത് 1 ഇയർ ആയിട്ട് കൊടുക്കാറുണ്ട്, ചിലർക്ക് അത് 2 ഇയർ ആയിട്ട് കൊടുക്കാറുണ്ട്. അതിന് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഇതോടൊപ്പം തന്നെ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഞങ്ങൾ ഇൻസ്റ്റലേഷന് ശേഷം ഒരു കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പോസ്റ്റ് ഇൻസ്റ്റലേഷൻ വർക്കൗട്ട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ജനറലായിട്ട് ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ട ഒരാൾ നോക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഞാൻ ഇതിലൂടെ നമ്മൾ വലിയൊരു സംഭവമാണെന്നൊന്നും ആക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ക്യാമറകൾ എൻ്റെ മുമ്പിൽ ഇരിക്കില്ലായിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Not okay, all I want, and I pray, all I need are some better days.